എല്ലാവർക്കും നമസ്കാരം. വോക്കറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ക്ലിയർ വാട്ടറിൽ പോവാണ്. ഞാനും ഉണ്ട്, കുഞ്ഞനും ഉണ്ട്. ഞങ്ങൾ ക്ലിയർ വാട്ടർ ബീച്ചിൽ ഞാൻ കുറെ നാളായി, നമുക്കറിയാലോ ഈ അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ബീച്ചിനുള്ള അവാർഡ് ഒരുപാട് തവണ കിട്ടിയിട്ടുള്ള ബീച്ചാണ് ക്ലിയർ വാട്ടർ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് രാത്രി. അപ്പൊ ക്ലിയർ വാട്ടർ ബീച്ചിന്റെ ഫുള്ളി വൈബ് നമ്മൾ ഇവിടുന്ന് ഒരു 3:30 ഒക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തും. അപ്പൊ ഫുൾ വൈബില് നമ്മളവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് ഇന്ന്, ഫുൾ നൈറ്റ്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ ക്ലിയർ വാട്ടർ ബീച്ച് മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാൾ കൂടുതലായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. അപ്പോൾ നേരെ യാത്ര. ഇവിടുന്ന് 92 വെസ്റ്റ്, ടാമ്പ 92 വെസ്റ്റ് കയറി നമ്മൾ നേരെ ഇനി ക്ലിയർ വാട്ടറിലേക്ക്. നമുക്ക് ഇവിടുന്ന് ഒരു 46 മിനിറ്റിൽ നമ്മൾ ക്ലിയർ വാട്ടർ എത്തും. സീസൈഡ് ഇൻ ആൻഡ് സ്യൂട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര, ഈ പാലം തന്നെ അടിപൊളിയാണല്ലോ കാണാൻ. നേരെ കയറി പോവാണ്. അവിടുന്ന് ഒരു ഫ്ലൈറ്റ് പോകണുണ്ടോ നീ ടാമ്പ എയർപോർട്ടിൽ നിന്ന് കണ്ട. ടാമ്പ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് കയറി പോവാണേ. ഇതേ പോകണം. നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. അത് സൗത്ത് വെസ്റ്റിന്റെ ഫ്ലൈറ്റ് ആണ്, നീല. സൗത്ത് വെസ്റ്റ് എയർവേസ് ആണ്. ആ സൈഡിൽ അപ്പാർട്ട്മെന്റ്സ് നോക്കി, പൊളി അപ്പാർട്ട്മെന്റ്സ് അല്ലേ. അങ്ങനെ നമ്മൾ ക്ലിയർ വാട്ടർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്ത് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3:30, നമ്മൾ നേരെ 3:20 ആകുമ്പോൾ നമ്മൾ എത്തി. 10 മിനിറ്റ് നേരത്തെയാണ് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. 3:20 എത്തി. ഇത് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ നല്ല പീക്ക് ടൈമാണ്, നല്ല സമ്മറാണ്, പൊളിയാണ്. ആ സൈഡിലൊക്കെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കത്തിക്കാണ് പിള്ളേര്. ഹായ്, ഹലോ, പോലെ ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മളിന്ന് ഇവിടെ പൊളിച്ച് മറയാനുള്ള പരിപാടിയാണ്. ചെക്ക് ഇൻ ചെയ്യണം, നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റൂമിൽ വെക്കണം. അത് നേരെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങണം, ബീച്ച് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഏകദേശം നമുക്ക് 4 മിനിറ്റിൽ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തും. ഓക്കെ, നമ്മളെടുത്ത ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചാണ് ആ കാണുന്നത്, ആ ക്ലിയർ വാട്ടർ ബീച്ചാണ് കാണുന്നത്. നമ്മളിനി ഇവിടെ കയറി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത്, യെസ്, നമുക്ക് പാർക്കിംഗ് കിട്ടി. ഫ്രണ്ട് ഓഫീസിന്റെ മുന്നിൽ തന്നെ ചെക്കിന് ഓൺലി അവിടെ നടക്കില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അവിടെയല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. സ്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. അതെ, ബീച്ചാണ്. നമ്മൾ നേരെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്നത്. യെസ്, നമുക്ക് സ്പോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ അപ്പുറത്തില്ല അല്ലേ, അപ്പുറത്തും തെങ്ങാണ്, ഇപ്പുറത്തും തെങ്ങാണ്. ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ ചെറിയുണ്ട്, ഇവിടെ ഇടും. നമ്മളത് ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. എന്നെ എടുക്കില്ല, ഞാൻ നമ്മൾ ഒരുമിച്ചില്ല. ചെക്ക് ഇൻ ചെയ്തിട്ടാ പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം എടുത്ത് സീസൈഡ് ഇൻ ആൻഡ് സ്യൂട്ട്. അപ്പോൾ നമ്മളിത് വിൻഷീൽഡിൽ വെക്കണം. നമുക്കിത് പാർക്കിംഗ് ഫീസ് ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തതിൻ്റെ
ഇത് കാരണം വണ്ടി അല്ലെങ്കിൽ ടോ ചെയ്ത് പോകും. അപ്പോൾ അതവിടെ വെച്ച് നമ്മളിനി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടോ. റൂം ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ റൂം ചെക്ക് ഇൻ ചെയ്യാണ്. നമ്മളിത് ആ മൂഡ് പിടിക്കാൻ പോവാണ്. ഓക്കെ, നേരെ റൂമിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് നേരെ ബീച്ച് ടോപ്പ് ഇതാണ് ഹോട്ടലിൻ്റെ 2 പൂള്, ഇവിടെയും പൂള്, ആ കാണുന്നതാണ് ക്ലിയർ വാട്ടർ ബീച്ച്. നമ്മൾ നേരത്തെ നമ്മുടെ റൂം 433 കിട്ടില്ല വ്യൂ ആണ് ഇവിടുന്ന്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ചെറിയൊരു സ്യൂട്ടാണ്, വലിയ 145 ആണ് ചാർജ് ചെയ്തിട്ടുള്ളത്, പാർക്കിംഗ് അടക്കം. പക്ഷേ നമുക്ക് അപ്പുറത്തല്ല 400 സംതിങ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ 140 റൂം കിട്ടി. 433 നമ്മൾ കയറാട്ടോ. 433 വ്യൂ കണ്ട മോനെ. നമുക്കിത് ഇതാണ് ബാൽക്കണി. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം. നോക്കി, ഈ ബാൽക്കണിയിൽ ഇടുന്നത് ക്ലിയർ വാട്ടർ ബീച്ച് ഫുൾ വ്യൂ ആണ്. ഇവിടെ കിടന്നിട്ട് ഈ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, കംപ്ലീറ്റ് ആ ബ്ലൂ ടെൻറ്റ് ബീച്ചൊക്കെ നിറച്ച ആളാണ്. ഇവിടെ കൊറോണയോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഭീഷണികളോ ഒന്നുമില്ല. നമ്മളിത് മാസ്ക് അവർ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി മാസ്ക് വെക്കാൻ പറഞ്ഞാണ്. അപ്പോൾ മാസ്ക് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. 3:45 ആയി ചെക്കിങ് കഴിഞ്ഞ് വന്നപ്പോൾ. ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മളിനി കുറച്ച് ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലോട്ടങ്ങ് ഇറങ്ങിയത്. കുഞ്ഞാവല്ലേ ഇവിടെ ഇനി നമ്മൾ ഇത്ര നാളെ ക്ലിയർ വാട്ടറിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ മൂഡ് പിടിച്ചാ. ഇതാണ് ബീച്ചിന്റെ വ്യൂ. പെട്ട ബീച്ചാണ്. ഞങ്ങൾ ക്ലിയർ വാട്ടർ ബീച്ച് നമുക്ക് അടിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ബീച്ചിലേക്ക് പോവാണ്. അതിന് മുന്നേ ഒന്ന് ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതാണ് റൂം. ഇനി റൂം കാണിച്ചു തരാം. 2 ബെഡാണ് എടുത്തിട്ടുള്ളത്. എനിക്കൊരു ബെഡ്, കുഞ്ഞനൊരു ബെഡ്. അപ്പോൾ 2 ബെഡ്. നമുക്ക് ഇവിടെ മിറർ ഉണ്ട്, വലിയൊരു മിറർ ഉണ്ട്. നമുക്കിതേ അടിപൊളിയായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ഉണ്ട്, ബാത്ത് ടബ്, ഇതെല്ലാം സെറ്റാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. നമുക്ക് ഇത് നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. $145 റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അടിപൊളി. അപ്പോൾ നമ്മളിനി ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. ബീച്ച് ഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ അടുത്ത കാഴ്ചയിലേക്ക്. അങ്ങനെ നമ്മളുടെ ബീച്ച് കോസ്റ്റ്യൂം, ഈ നീല നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, അത് പുതിയൊരു നീല കോസ്റ്റ്യൂം ഞാൻ മേടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഇനി ഈ കാണുന്ന ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. നേരെ നമ്മൾ ബീച്ചിൽ പോകുന്നു. നമ്മൾ ക്ലിയർ വാട്ടർ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ബീച്ച് വൈബ് ഇറങ്ങാണ്. ഇതുപോലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽസ് കാണുന്ന ഹോട്ടലാണ്. അവിടുന്ന് വന്ന് നമ്മൾ നേരെ ഇവിടെ ഞങ്ങൾ മുന്നേ കഴിഞ്ഞൊരു തവണ ഞങ്ങൾ വന്നൊരു ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റാണിത്. ആ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആ കാണുന്നത്. പിന്നെ ഈ ഏരിയ ഒക്കെ നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സുപരിചിതമായി. മിക്ക ആഴ്ച നമ്മൾ ക്ലിയർ വാട്ടറിലാണ്. പക്ഷെ ഇന്ന് മാത്രമാണ് നമ്മളിവിടുന്ന് സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെ നമ്മളിനി ഇവിടുന്ന് അല്ല ബീച്ചിൽ നിന്ന് ഇറങ്ങി നനഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രഷ് വാട്ടറിൽ കുളിക്കാം. അത് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വെൽക്കം ടു ക്ലിയർ വാട്ടർ ബീച്ച്. സോഷ്യൽ ഡിസ്റ്റൻസിങ് 6+ feet. ലിമിറ്റ് ഗ്രൂപ്പ് സൈസ്. വാഷ് ഹാൻഡ്സ്. കവർ യുവർ കഫ് നീസ്. വെയർ എ മാസ്ക്. ക്ലിയർ വാട്ടർ പോലീസ്. യെസ്. അപ്പോൾ നമ്മളിത് ബീച്ച് ഇറങ്ങി നമുക്കിനി ബാക്കി എല്ലാ എൻ്റർടൈൻമെൻറ്റ്സ് അവിടെ ചെല്ലുന്നുണ്ട്. ഇവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. വെള്ളത്തിൽ ഇറങ്ങാന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ടെൻറ്റ് കണ്ടോ? ഈ ടെൻറ്റുകളിൽ നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര അവേഴ്സിനെ റെൻറ്റ് ചെയ്യാം. അതിനൊരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് കൊടുത്ത് നമുക്ക് ഈ ടെൻറ്റ് റെൻറ്റ് ചെയ്യാം. അതാണ് ഈ ടെൻറ്റുകളൊക്കെ കാണുന്ന ടെൻറ്റുകളെല്ലാം അങ്ങനെ റെൻറ്റ് ചെയ്യുന്ന ടെൻറ്റുകളാണ്. കുറേയൊക്കെ കാലിയായിരിക്കും,
കുറേയൊക്കെ ആൾക്കാരുണ്ടാവും. ബട്ട് അതൊരു നമുക്ക് റെൻറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ സാധനം അയച്ചുകൊണ്ട് പോകും. നമ്മൾ നേരത്തെ ബീച്ചിലേക്കാണ് ഇറങ്ങണം കേട്ടോ. ഒടുവിൽ ഞാനിവിടെ തന്നെ എത്തി. ഇതേ എന്നെ മൊത്തത്തിൽ അങ്ങ് മൂടിയിരിക്കുകയാണ്. ഇതേ കണ്ട, നോക്കൂ, അവിടെ പിള്ളേർ അവിടെ നല്ല അടിപൊളി ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയത്. ഇതാ ഒരു ബിൽഡിങ്, ബുർജ് ഖലീഫയുടെ പോലത്തെ ഒരു ബിൽഡിങ് അവിടെയും, ഇവിടെ ഫ്ലോറിഡ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞ ബിൽഡിങ് അവിടെ ഉണ്ടാക്കി വെച്ച്. കുഞ്ഞൻ പറയാം നമുക്കും ക്രിയേറ്റീവ് ആവണമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ച പണിയാണ് ഇത്. കംപ്ലീറ്റ് മണലിട്ട് മൂടിയിരിക്കുകയാണ്. പക്ഷെ നല്ല തണുപ്പാണ് ഉള്ളിൽ കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് സൺസെറ്റ് ആവും. അപ്പോൾ സൺസെറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് എണീക്കാന്നുള്ള മൂഡിലാണ് ഞാൻ ഇരിക്കണേ. അടിപൊളി കേട്ടാ. സൺസെറ്റിൻ്റെ ടൈം ആവാറായി. ഇപ്പോൾ എൻ്റെ ടൈം എത്രയാടാ? 8 മണിക്കൊക്കെയാണ് സൺസെറ്റ് ആവുക. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേ കണ്ട,
എങ്ങനെയുണ്ട് ക്ലിയർ വാട്ടർ ബീച്ചിലെ സൺസെറ്റ്? അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് കുളിക്കണം, ഫ്രഷ് വാട്ടറിൽ കുളിക്കണം. കുളി കഴിഞ്ഞ് നേരെ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിയർ വാട്ടർ ബീച്ചിൽ ഒന്ന് വാക്കിന് പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പൂളും പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് നേരെ ഡിന്നർ കഴിക്കാൻ പോകണം. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കുന്ന പരിപാടിയാണ്. ഇവിടെ നേരെ ഈ ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം രാത്രി ഫുഡൊക്കെ കഴിച്ചു വന്ന് നേരെ ഈ ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനുള്ള മൂഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നേരെ അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ള അവിടെ ചുമ്മാ നമ്മൾ കടലിൻ്റെ സൈഡിൽ ബീച്ച് സൈഡ് ഒരു വാക്കൊക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ഫുഡ് ഭയങ്കര ഹെവി ആയിപ്പോയി. റിബ്സൊക്കെ ആക്ച്വലി ബാർബിക്യൂ സോസൊക്കെ വെച്ച് അവരൊക്കെ നശിപ്പിച്ച്. ആകെയുള്ള ഒരു സ്റ്റേക്കായിരുന്നു, അതെല്ലാം താങ്ങി ഞങ്ങൾ വീണ്ടും ക്ലിയർ വാട്ടർ ബീച്ചിലോട്ട് പോവുകയാണ്. നമുക്ക് സമയം ഏകദേശം 10:45 ആയി. 10:45 ആകുമ്പോൾ ഞങ്ങൾ പിന്നെയും ബീച്ചിലേക്ക് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നടന്നു ബീച്ച് മൊത്തം. നല്ല കാറ്റാണ്, അടിപൊളി വൈബാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ബീച്ചിൻ്റെ ലൈറ്റിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ 12:10 ഞാൻ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ക്ലിയർ വാട്ടറിൽ നിന്ന് നമ്മളൊന്ന് സൈൻ ഓഫ് ചെയ്യാണ്. ഇത് രാവിലത്തെ വൈബാണ് ഈ കാണുന്നത്. രാത്രി അടിപൊളിയായിരുന്നു, വന്ന് വളരെ ലേറ്റായിട്ട് വന്ന് കിടന്നേ. അപ്പോൾ ഇനി ഇവിടെ നേരെ കളിമാങ്കോ നേരെ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകണം. 9:10 അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.